ഫോർ എക്സാമ്പിൾ ഇസ്ലാമിനെ കുറിച്ച് ഇവരൊക്കെ ഈ പറയുന്ന ആളുകൾ അവർ റെഫർ ചെയ്യുന്ന ആരാ? എക്സ് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്താ ഈ എക്സ് മുസ്ലിമിന്റെ യോഗ്യത എന്ന് പറയുന്നത്? അവർ ഇസ്ലാമിനെ ഇസ്ലാം മുസ്ലിം ആയിരുന്നു, പിന്നെ ഇപ്പം അല്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഏതൊരു വിഷയം പറയുമ്പോഴും അതിന് നമ്മളൊരു മിനിമം ആധികാരികത, ഇതിനെക്കുറിച്ച് കൃത്യമായി അറ്റ്ലീസ്റ്റ് കുറച്ച് വായിച്ചാൽ മനസ്സിലാക്കിയ ഒരാളെന്ന് അങ്ങനെയൊന്നും വേണ്ട. അവൻ പണ്ട് മുസ്ലിം ആയാൽ മാത്രം മതി. അവർക്ക് എന്ത് കാരണം കൊണ്ടാണ് മുസ്ലിം ആവും ചെയ്തിട്ടുണ്ട്, ഇപ്പം ഇസ്ലാമിനെ കുറ്റവും പറയുന്നുണ്ട്. അത് മാത്രമാണ് യോഗ്യത. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരോട് നമ്മൾ സംസാരിക്കും, പലപ്പോഴും എൻകൗണ്ടർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവർക്ക് ഇസ്ലാമിന്റെ ബേസിക്സ് പോലും അറിയില്ല. കാരണം നമ്മൾ പിടിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ബിലാൽ റളിയല്ലാഹുവിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം. അത് വലിയ രൂപത്തിൽ സംവാദത്തിലടക്കം വലിയ കോൺഫിഡൻസോടുകൂടി പറഞ്ഞതാണ്. പക്ഷേ അവരോട് നമ്മൾ പറയണം ഇന്ന് ഈ റിപ്പോർട്ടിന് സനദില്ല, സനത് പൂർണ്ണമല്ലാത്തൊരു. അപ്പോൾ അതിന് അവരെ പ്രതികരണം എന്താ? ഒന്ന്, നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളതല്ലേ, പിന്നെ സനത് പൂർണ്ണമാണോ നിങ്ങളല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബേസിക്സ് തന്നെ അറിയാം. കാരണം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അവർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതേപടി കൊടുക്കുക എന്നുള്ളതാണ് പല ഗ്രന്ഥങ്ങളിലും ചെയ്യുക. അതിന്റെ സനതുകൾ വെരിഫൈ ചെയ്തുകൊണ്ടാണ് അത് ആധികാരികമാണോ അല്ലേ നോക്കുക. അത്തരത്തിൽ എഴുതപ്പെട്ട സനതുകൾ വെരിഫൈ ചെയ്തെഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ട്. ലഭിച്ച റിപ്പോർട്ടുകൾ എല്ലാം ഉൾപ്പെടുത്തി ഇനി ബാക്കിയുള്ള പണ്ഡിതന്മാർ പരിശോധിക്കട്ടെ, ഇതൊക്കെയാണ് റിപ്പോർട്ടുകൾ എന്ന് പറയുന്ന വേറെ ഗ്രന്ഥങ്ങളുണ്ട്. ഇത്തരത്തിൽ പലതരം ഗ്രന്ഥങ്ങളുണ്ട്. മാത്രമല്ല പിന്നെ ഈ ലൈഫായ ഹദീസുകളുടെ സമാഹാരം അടക്കമുണ്ട്. സ്വഹീഹായ ഹദീസുകളുടെ സമാഹാരവും ലൈഫായ ദുർബലമായ ഹദീസുകൾ, അതേപോലെ തന്നെ സ്വഹീഹോ ലൈഫോ എന്ന് പ്രത്യേകം പറയാതെ അതിന്റെ സനതുകളടക്കം ഉദ്ധരിച്ചുകൊണ്ട് അത് പിന്നെ വെരിഫൈ ചെയ്യട്ടെ എന്ന രൂപത്തിൽ അത് ആ ഡാറ്റ ഗ്യാദർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ അറബിയിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഇസ്ലാമികമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന മുസ്ലിങ്ങളുടെ ഗ്രന്ഥമായിട്ടാണ്. അപ്പോൾ ഇത് ഈ രൂപത്തിലുള്ള സനതുകൾ ഉണ്ടെന്നും ഇത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക എന്നുള്ളതും, വെരിഫൈ ചെയ്താൽ മാത്രമേ അത് ഇസ്ലാമിക പ്രമാണമാവൂ, ഇതുപോലും ഇവർക്ക് അറിയില്ല. ഇവരുടെ ഗ്രന്ഥത്തിലുള്ളതല്ല, പിന്നെന്താ ഇവർക്ക് അംഗീകരിച്ചാലെന്ന് ചോദിക്കുന്നത്. അപ്പോൾ വലിയ, ഞാൻ പറയുന്നത് എക്സ് മുസ്ലിങ്ങളായി പറയുന്ന ആൾക്കാർ പറയുന്ന ഒരു ന്യായമാണ്. ബേസിക് ഇൻഫർമേഷൻ പോലും അറിയുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇസ്ലാമിൽ ഒരുപാട് കാലം വിമർശനം നടത്തിയ ഇസ്ലാം വിമർശനത്തിൽ ഒരുപാട് ആളുകൾ റെഫർ ചെയ്യുന്നതാണ് സി രവീന്ദ്രൻ. ആളിപ്പടുത്തിൽ ആ സംഭവത്തിൽ പറഞ്ഞ കലിമയുടെ വിഷയം. ഒരാൾ മുസ്ലിം ആണെങ്കിൽ ആദ്യം വിശ്വസിക്കേണ്ടത് ഷഹാദത്ത് കലിമയിലാണ്. ഇസ്ലാമിന്റെ ബേസിക് കാര്യങ്ങൾ അതിലാണ്. അതിനെപ്പറ്റി പോയി ചങ്ങായിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ തെറ്റായിട്ട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ തെറ്റാണ് മോശമായിട്ട് മനസ്സിലാക്കാൻ, ഇവർ റെഫർ ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ പറ്റി അറിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എത്രത്തോളമാണ് ഇത്തരത്തിൽ പ്രചരിക്കപ്പെടുന്ന വാർത്തകളുടെ ക്രെഡിബിലിറ്റി വരാം. മാത്രമല്ല ഇതിൽ ഇവരുടെ ഒരു എക്കോ ചേമ്പേഴ്സ് ഉണ്ട്. ഇവർ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ എപ്പോൾ എല്ലാ ദിവസവും രാത്രി നോക്കുമ്പോൾ ലൈവ് ഉണ്ടാവും. അപ്പോൾ ലൈവിലൊക്കെ ഇസ്ലാമിന് ഇങ്ങനെ കുറേ തെളിവ് ഉണ്ടാവും, അതിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ആകെ കണ്ട കഴിഞ്ഞ് ഇവർ നിരന്തരം ഇങ്ങനെയുള്ളവരെ കാണുന്നത്. ആകെ കുറച്ച് 10-15 ആൾക്കാരുണ്ടാവുക. അവർ നിരന്തരം എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഫീൽഡിൽ അങ്ങനെയുള്ള ആൾക്കാരെ വരികയും ചെയ്യും. മാത്രമല്ല മുസ്ലിം സംഘടനകളൊക്കെ ഇപ്പം ഭയങ്കര ഇതാണ്. ഇപ്പം നമ്മൾക്ക് സംഘടനകൾ പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ മീറ്റിംഗിൽ നിന്നൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ അജണ്ടയായിട്ട് പിന്നെ മാസത്തിൽ ഒരു തവണ എപ്പോഴെങ്കിലും വന്നാലായി. ചില ആൾക്കാർക്ക് വിചാരം നമ്മൾ പരിപാടികൾ തീരുമാനിക്കുന്നത് പോലും അവർ പറയുന്ന ചർച്ചക്ക്, അവർ പറയുന്ന ലൈവ് അനുസരിച്ച്. പലപ്പോഴും ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ പേര് പോലും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും. ഞാനൊരു മീറ്റിംഗിന്റെ ഇടയിൽ, സംഘടനാ മീറ്റിംഗിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു, ഒരാളിങ്ങനെ സംഭവത്തിന് വെല്ലുവിളിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അയാളെ പേര് പറഞ്ഞപ്പോൾ ആരും കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇവരാരും ഇങ്ങനെയുള്ള പേര് തന്നെ കേട്ടിട്ടില്ല. അവർക്ക് ആകെ ഈ നിരീശ്വരവാദി എന്നൊക്കെ പറഞ്ഞാൽ അറിയാവുന്നത് സി രവീന്ദ്രൻ, എ ജബ്ബാർ, ഇങ്ങനെയുള്ള ആൾക്കാർ. അപ്പം അങ്ങനെ കുറച്ച് ന്യൂസ് ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഈ രണ്ടാൾക്കാരെ പേരറിയാം. അപ്പോൾ ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അവരാരും ഇതിനെക്കുറിച്ച് ഭയങ്കരമായി ബോധവരല്ല. ഞാൻ പറയുന്നത് കംപ്ലീറ്റ്ലി അതിനെക്കുറിച്ച് ഇഗ്നോറന്റ് ആവണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ മനുഷ്യരിൽ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ടൈപ്പ് സംഭവം അല്ല ഇത്.